ബാക്ക്. അടുത്ത ടോപ്പിക്കാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് കൂടെയാണ്. ഫീഡ്സ് ആൻഡ് ഫീഡിംഗ് എന്ന ചാപ്റ്ററിലെ ഭാഗങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് ഫീഡിംഗ് കുറച്ച് വലിയ ചാപ്റ്റർ ആയതിനാൽ 4-5 വോള്യങ്ങളായിട്ടായിരിക്കും വരുന്നുണ്ടാവുക. പ്രിൻസിപ്പിൾസ് ഓഫ് ഫീഡിംഗ് എന്ന ഭാഗം തന്നെ 2 ഭാഗമായിട്ടാണ് വരുന്നത്. അതിലെ ആദ്യത്തെ ഭാഗം നമുക്ക് കാണാം. ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, കമന്റ് ആൻഡ് ഷെയർ. ഫീഡിംഗ് ഓഫ് ലൈഫ് സ്റ്റോക്ക്. ലൈഫ് സ്റ്റോക്ക് ഫീഡിംഗ് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് നല്ലൊരു സംരംഭം എന്ന രീതിയിൽ, അഥവാ നല്ലൊരു ബിസിനസ് എന്ന രീതിയിൽ ആണ് എല്ലാവരും ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ലാഭം മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കിട്ടുന്ന ലാഭത്തിന്റെ അല്ലെങ്കിൽ ഇറക്കുന്ന നമ്മുടെ മുതൽ മുടക്കിൽ അല്ലെങ്കിൽ നമ്മൾ ചെലവാക്കുന്ന പൈസയുടെ 70% നമുക്ക് ആവശ്യമായിട്ട് വരിക ഫീഡിംഗ് എന്ന കാര്യത്തിനാണ്. എക്സ്പെൻഡിച്ചർ, ഏറ്റവും കൂടുതൽ എക്സ്പെൻഡിച്ചർ ആദ്യത്തെ കെട്ടിടവും മറ്റു കാര്യങ്ങളും സൗകര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ഡെയിലി നമുക്ക് ചിലവ് വരുന്നത് ഫീഡിങ്ങിന് വേണ്ടിയിട്ടാണ്. സ്വാഭാവികമായിട്ടും നല്ല ക്വാളിറ്റിയുള്ള ഫീഡ് നല്ല ക്വാണ്ടിറ്റിയിൽ കൊടുത്താൽ മാത്രമേ നല്ല രീതിയിലുള്ള ബെനിഫിറ്റ് നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ. നമ്മൾക്ക് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് പാലാണ്, അല്ലേ? അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫീഡിനനുസരിച്ചിട്ടുള്ള പാലാണ് നമുക്ക് തിരിച്ച് ലഭിക്കുക. നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള കാലിത്തീറ്റ കൊടുത്താൽ മാത്രമേ ക്വാളിറ്റിയുള്ള പാല് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഫീഡ് കോസ്റ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ലാഭം കുറഞ്ഞുകൊണ്ടേയിരിക്കും. ആയതിനാൽ ശാസ്ത്രീയമായ രീതിയിലുള്ള ലൈഫ് സ്റ്റോക്ക് ഫാമിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ശാസ്ത്രീയമായ രീതിയിലുള്ള ഫീഡിംഗ് മെത്തേഡ്സും. നല്ല രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫീഡിംഗ് മെത്തേഡ്സിലൂടെ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫാമിംഗ് പ്രാക്ടീസിലൂടെ നമുക്ക് ഫീഡിന്റെ ചിലവ് കുറച്ചു കൊണ്ടുവരികയും അതുവഴി ലാഭം കൂട്ടുകയും ചെയ്യാം. എന്നാൽ ഒരു കാരണവശാലും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് വരരുത് താനും. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ ചാപ്റ്റർ കഴിയുമ്പോഴേക്കും മനസ്സിലാക്കാം. തുടങ്ങാം. ഭക്ഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പോഷണങ്ങൾ എന്ന് പറയുന്നത്, അഥവാ പോഷക ഘടകങ്ങൾ, ന്യൂട്രിയൻസ്. അതായത് അനിമൽസിനായാലും നമ്മൾക്കായാലും ശരീരത്തിന്റെ ഗ്രോത്തിനും മെയിൻ്റനൻസിനും വളർച്ചയ്ക്കും വികാസത്തിനും ഒരുപോലെ ആവശ്യമായ വസ്തുക്കളെയാണ് നമ്മൾ ന്യൂട്രിയൻസ് എന്ന കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ആരോഗ്യം നിലനിർത്തുന്നതിനും ജീവൻ നിലനിർത്തുന്നതിനുമായിട്ട് കൃത്യമായ അളവിൽ നമ്മൾക്ക് സമയാസമയങ്ങളിൽ പോഷകങ്ങൾ ആവശ്യമാണ്. ഏതൊക്കെയാണ് പോഷകങ്ങളെന്നും അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുമുള്ള നല്ല രീതിയിലുള്ളൊരു അറിവ് എപ്പോഴും ഒരു കർഷകന്, ഒരു ലൈഫ് സ്റ്റോക്ക് ഫാർമർക്ക് നിർബന്ധമായും അറിഞ്ഞിരിക്കണം. എന്തിനു വേണ്ടി? നല്ല ആരോഗ്യമുള്ള ഒരു സ്റ്റോക്ക് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ നമ്മൾക്ക് ഏതൊക്കെയാണ് പോഷകങ്ങൾ, ന്യൂട്രിയൻസ് എന്നും അവയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് അറിയാം. പ്രധാനമായും 3 കാര്യങ്ങളാണ് ന്യൂട്രിയൻസ് കൊണ്ട് നമുക്ക് നിറവേറ്റാനായിട്ടുള്ളത്. ഒന്നാമത്തേത് ബോഡി മെയിൻ്റനൻസ്, പ്രൊഡക്ഷൻ റിക്വയർമെന്റ് ആൻഡ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുവാനായിട്ട്, ഉൽപാദനത്തിന് വേണ്ടിയിട്ട് ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ എന്നീ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പോഷകങ്ങൾ ശരീരത്തിനകത്തേക്ക് എടുക്കുന്നത് കൊണ്ടുള്ള 3 ആവശ്യങ്ങൾ. കോമൺ ന്യൂട്രിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കൂ. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, വിറ്റാമിൻസ്, മിനറൽസ്, ഫാറ്റ് ആൻഡ് വാട്ടർ. അപ്പൊ 6 പോഷക ഘടകങ്ങളാണ്, ന്യൂട്രിയൻസ് ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, വിറ്റാമിൻസ്, മിനറൽസ്, ഫാറ്റ് ആൻഡ് വാട്ടർ. വാട്ടർ ഒരു പോഷകമാണോ എന്ന് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും സംശയം തോന്നാം. എന്നാൽ വാട്ടർ ഒരു പോഷകം തന്നെ ആണ്. ശരീരത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കും വളർച്ചയ്ക്കും വികാസത്തിനും വെള്ളം കൂടിയേ തീരൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വാട്ടർ.
യൂണിവേഴ്സൽ സോൾവെന്റ് എന്നറിയപ്പെടുന്ന എല്ലാ സാധനത്തെയും അലിയിക്കാൻ കഴിവുള്ളവരാണ് വെള്ളം എന്ന് പറയുന്നത്. കൃത്യമായ അളവിലും യഥേഷ്ടമായിട്ടും നിർബന്ധമായിട്ടും ഒരു ലൈഫ് സ്റ്റോക്ക് ഫാമിൽ ഉണ്ടായിരിക്കേണ്ട ഒരു വസ്തുവാണ് വാട്ടർ. ശുദ്ധമായ കുടിക്കുന്ന വെള്ളം, ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ, നല്ല രീതിയിലുള്ള അനിമൽ പ്രൊഡക്ഷന്, മിൽക്ക് പ്രൊഡക്ഷന് അത്യാവശ്യമാണ്. ശരീരത്തിന്റെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു അനിമലിന്റെ 50%, ബോഡി വെയ്റ്റിന്റെ 50% എന്താണ്? വാട്ടർ ആണ്. കൂടാതെ ചില ടിഷ്യൂസിൽ 70 to 90% വാട്ടർ തന്നെ കാണപ്പെടുന്നു. അതായത് ബ്ലഡ് ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. എന്തൊക്കെയാണ് വെള്ളത്തിന്റെ ഫങ്ഷൻസ് ശരീരത്തിൽ? നമ്മുടെയും പശുക്കളുടെയും ഒന്ന് തന്നെയാണ് കേട്ടോ. ഒരു എക്സ്ട്രാ എന്ന് പറയുന്നത് പാലുൽപാദനം ഉണ്ട് എന്നത് മാത്രമാണ്. ഫങ്ഷൻസ് ഓഫ് വാട്ടർ: ഒരു ഐഡിയൽ സോൾവെന്റ് ആണ്. വെറൈറ്റി ഓഫ് കമ്പൗണ്ട്സിനെ ലയിപ്പിക്കാൻ കഴിവുള്ളവരാണ് വാട്ടർ. ട്രാൻസ്പോർട്ട് സിസ്റ്റമായിട്ട് പ്രവർത്തിക്കുന്നു രക്തത്തിലൂടെ. തെർമോ റെഗുലേഷൻ, ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. സെല്ലിന്റെ ദൃഢത, ഇലാസ്റ്റികത, ഹൈഡ്രോളിസിസ്, വെള്ളത്തിന്റെ പ്രസൻസ്, ലൂബ്രിക്കേഷൻ, ആസിഡ് ബേസ് ബാലൻസ്, എല്ലാത്തിനും വെള്ളം ആവശ്യമാണ്. സ്വാഭാവികമായിട്ടും ഒരു അനിമലായി നിലനിർത്താൻ, നല്ല രീതിയിൽ ഓജസ്സും തേജസ്സും ഉള്ള ഒരു അനിമലായി നിലനിർത്താൻ നിർബന്ധമായിട്ടും വാട്ടർ ആവശ്യമാണ്. സോഴ്സസ് ഓഫ് വാട്ടർ ഇൻ അനിമൽ ബോഡി: അനിമൽ ശരീരത്തിൽ അഥവാ നമ്മുടെ ശരീരത്തിലായാലും 2 രീതിയിലാണ് പ്രധാനമായിട്ടും വെള്ളം എത്തിച്ചേരുന്നത്. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് കുടിക്കുന്ന വെള്ളത്തിലൂടെ, ഡ്രിങ്കിങ് വാട്ടറിലൂടെ. രണ്ടാമത്തേത് വാട്ടർ കണ്ടെയ്ൻഡ് ഇൻ ദ ഫീഡ്, ഭക്ഷണത്തിൽ ഉള്ള വെള്ളം. നമ്മുടെ പശുക്കളുടെ കാര്യം എടുക്കുന്ന സമയത്ത് സാധാരണയായിട്ട് അവർക്ക് ഫീഡായിട്ട് ലഭിക്കുന്നത് ഗ്രീൻ ഗ്രാസ് ആയതിനാൽ ഗ്രീൻ ഗ്രാസിൽ നിന്ന് തന്നെ യഥേഷ്ടം വെള്ളം അവയ്ക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ യഥേഷ്ടം പച്ചപ്പുല്ല് ലഭിക്കുന്ന പശുക്കൾക്ക് ഡ്രിങ്കിങ് വാട്ടറിന്റെ അളവ് കുറച്ച് മതിയാകും. എന്നാൽ വൈക്കോൽ മാത്രം കൊടുക്കുന്ന പശുക്കൾക്ക് നിർബന്ധമായിട്ടും അധികം വെള്ളം ആവശ്യകത ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള വെള്ളത്തിന്റെ അളവ് നമ്മൾ നിർബന്ധമായും പശുക്കൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഗ്രീൻ ഗ്രാസിലാണെങ്കിൽ 70% വെള്ളവും സ്ട്രോയിലും കോൺസെൻട്രേറ്റ്സും എടുക്കുന്ന സമയത്ത് 10% മാത്രമാണ് വെള്ളം ഉണ്ടാവുക. PSCക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ് വാട്ടർ പെർസെൻറ്റേജ് ഇൻ ഗ്രാസ് 70%, കൂടാതെ സ്ട്രോയും കോൺസെൻട്രേറ്റ്സിലും എടുക്കുന്ന സമയത്ത് 10% മാത്രമാണ് വെള്ളം ഉണ്ടാവുക. കൂടാതെ അടുത്തൊരു PSC ചോദ്യമായിരിക്കാം റിക്വയർമെന്റ് ഓഫ് വാട്ടർ ഫോർ ഡെയറി കാറ്റിൽ. പാൽ ഉൽപാദനത്തിനായിട്ടുള്ള പശുക്കൾക്ക് ഒരു ദിവസം ആവശ്യമായി വരുന്ന വെള്ളത്തിന്റെ അളവ് അത് ക്ലൈമറ്റിനനുസരിച്ച് വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ 40 മുതൽ 120 ലിറ്റർ ആണ് ഒരു ദിവസം ആവശ്യമായിട്ട് വരിക. കൊടുക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചും ക്ലൈമറ്റിനനുസരിച്ചും ഒരു ദിവസം ആവശ്യമായി വരുന്ന വെള്ളത്തിന്റെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. വേനൽക്കാലത്ത് 120 ലിറ്ററും ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. എന്നാൽ മഴക്കാലത്ത് 40 ലിറ്റേഴ്സ് മതിയാകുമായിരിക്കാം. എന്തായാലും 40 to 120 ലിറ്റേഴ്സ് ആണ് ഒരു ദിവസം ഒരു പശുക്കൾക്ക് വേണം എന്ന് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട കണക്ക് കുടിക്കുവാൻ വേണ്ടി. മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം വേറെയും നമ്മൾ കരുതണം. 1 ലിറ്റർ പാലിന് 4 മുതൽ 5 ലിറ്റർ എന്ന കണക്കിന് നിർബന്ധമായിട്ടും നമ്മൾ പശുക്കൾക്ക് വെള്ളം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. 1 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് മിനിമം 3 ലിറ്ററോളം വെള്ളം ആവശ്യമുണ്ടെന്ന് പറയുന്നു. എന്നാൽ 4 മുതൽ 5 ലിറ്റർ വാട്ടർ വേണം 1 ലിറ്റർ പാൽ പ്രൊഡ്യൂസ് ചെയ്യാനെന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. കൂടുതൽ പാൽ ഉൽപാദനം തരുന്ന പശുക്കൾക്ക് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ റിക്വയർമെന്റ് എപ്പോഴും കൂടുതലായിരിക്കും ലോ പ്രൊഡ്യൂസർ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത്. നമ്മൾ പറഞ്ഞു വെള്ളത്തിന്റെ ആവശ്യകത ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, അനിമൽ പ്രൊഡക്ഷനെ എന്നിവ ബാധിച്ചായിരിക്കും ഉണ്ടായിരിക്കുക. ശരീരത്തിന്റെ 10% താഴെ, വെള്ളത്തിന്റെ 10% താഴെ ലോസ് വന്നു കഴിഞ്ഞാൽ, വെള്ളം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, 10% താഴെ നഷ്ടം വന്നു കഴിഞ്ഞാൽ മരണം സംഭവിക്കാം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത പ്രധാനപ്പെട്ട പോഷണമാണ് പ്രോട്ടീൻ. മാംസ്യം എന്ന് നമ്മൾ വിളിക്കുന്ന പ്രോട്ടീൻ. പ്രോട്ടീൻസിന്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും കൂടുതലായിട്ടും ഓർഗൻസിലും മസ്കുലർ ടിഷ്യൂസിലും കാണപ്പെടുന്ന ഒരു പോഷണമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ശരീരത്തിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു
പോഷകമാണ് പ്രോട്ടീൻ. പ്രോട്ടീൻസിന്റെ ബേസിക് യൂണിറ്റ് അഥവാ ബിൽഡിംഗ് ബ്ലോക്സ് എന്നറിയപ്പെടുന്നത് അമിനോ ആസിഡ്സ് ആണ്. പ്രോട്ടീൻസിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് അഥവാ പ്രോട്ടീൻസ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് കുറെ അമിനോ ആസിഡ് മോളിക്യൂൾസ് കൂടിച്ചേർന്നിട്ടാണ്. അമിനോ ആസിഡുകൾ രണ്ട് രീതിയിലാണ് പശുക്കൾക്ക് ആവശ്യമായിട്ട് വരിക. എസെൻഷ്യൽ അമിനോ ആസിഡുകളും നോൺ എസെൻഷ്യൽ അമിനോ ആസിഡുകളും. എസെൻഷ്യൽ അമിനോ ആസിഡുകളും നോൺ എസെൻഷ്യൽ അമിനോ ആസിഡുകളും. ഇതിൽ എസെൻഷ്യൽ അമിനോ ആസിഡുകളുടെ പ്രത്യേകത, ഈ അമിനോ ആസിഡുകൾ അനിമൽസിന് സ്വയം നിർമ്മിക്കാൻ പറ്റുന്നവ അല്ല, അഥവാ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നവ അല്ല. അതുകൊണ്ട് തന്നെ ഈ അമിനോ ആസിഡുകൾ നിർബന്ധമായിട്ടും അവയ്ക്ക് ഭക്ഷണത്തിലൂടെ നൽകണം. അത്തരത്തിൽ ഡയറ്റിൽ ഡയറ്റിൽ നിർബന്ധമായും ഉൾക്കൊള്ളിക്കേണ്ടതായിട്ടുള്ള അമിനോ ആസിഡുകളെയാണ് നമ്മൾ എസെൻഷ്യൽ അമിനോ ആസിഡുകൾ എന്ന് വിളിക്കുന്നത്. ഏകദേശം 24ഓളം അമിനോ ആസിഡുകളാണ് അനിമൽസിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. അത് നിർബന്ധമായിട്ടും ഭക്ഷണത്തിലൂടെ നമ്മൾ കൊടുക്കണം. എന്നാൽ ചില അമിനോ ആസിഡുകൾ റൂമിനൻസ് സ്വയം സിന്തസൈസ് ചെയ്യാനുള്ള കഴിവുണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് പ്രസന്റ് ഇൻ ദ റൂമൻ. റൂമനിലുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ സഹായത്താൽ ഒരുവിധം അമിനോ ആസിഡുകളെല്ലാം തന്നെ നമ്മുടെ പശുക്കൾ റൂമനിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റൂമിനൻസിനെ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഹൈ ക്വാളിറ്റി പ്രോട്ടീനിന് പകരം നമ്മൾ ലോ ക്വാളിറ്റി പ്രോട്ടീൻസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള അമിനോ ആസിഡ് ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് റൂമിനൻസിന് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫീഡിൽ യൂറിയ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. എന്തൊക്കെയാണ് അമിനോ ആസിഡുകളുടെ ഗുണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, ഇമ്പോർട്ടൻറ്റ് കമ്പോണന്റ് ഓഫ് all body tissues and blood, essential for all metabolic activities in the body. എക്സസ് ബോഡി ഒരു സോഴ്സ് ഓഫ് എനർജി, എക്സസ് പ്രോട്ടീൻ ഒരു സോഴ്സ് ഓഫ് എനർജി ആയിട്ട് ബോഡി സ്റ്റോർ ചെയ്ത് വെക്കുന്നു. നല്ലൊരു ന്യൂട്രിയൻ്റ് ആയിട്ട് പാൽ ഉൽപാദനത്തിനും മുട്ട ഉൽപാദനത്തിനായിട്ടും ഉപയോഗിക്കപ്പെടുന്നു. ഇത്രയുമാണ് പ്രോട്ടീൻ്റെ ഫങ്ഷൻസ്. എന്തായാലും ബോഡി ബിൽഡിങ്ങിന്, ശരീരത്തിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും പാൽ ഉൽപാദനത്തിനും മുട്ട ഉൽപാദനത്തിനും ഒക്കെ പ്രോട്ടീൻസ് അത്യാവശ്യമാണ്. അപ്പം അതിനാവശ്യമായിട്ടുള്ള പോഷക മൂല്യം ഉള്ള ഭക്ഷണം വേണം, അഥവാ പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണം വേണം നമ്മളെപ്പോഴും പശുക്കൾക്ക് കൊടുക്കുവാനായിട്ട്. ഇത് അവരുടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനത്തെയും ഒരേപോലെ സ്വാധീനിക്കുന്ന ഒരു പോഷക ഘടകമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. റൂമിനൻസിന്റെ മറ്റൊരു പ്രത്യേകതയാണ് റൂമൻ മൈക്രോഫ്ലോറയ്ക്ക്. റൂമിനൻസില് റൂമൻ മൈക്രോഫ്ലോറയ്ക്ക് ചില അമിനോ ആസിഡുകൾ നേരിട്ട് ഉൽപ്പാദിപ്പിക്കാനായ ഉള്ള കഴിവുള്ളതിനാൽ ലോ ക്വാളിറ്റി പ്രോട്ടീൻ ഉള്ള വസ്തുക്കൾ കൊടുത്താലും റൂമിനൻസിൽ നല്ല രീതിയിലുള്ള അമിനോ ആസിഡിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നു. ഇത് നമ്മൾ ഡൈജഷൻ റൂമിനൻസ് എന്ന ഭാഗത്ത് ഡിസ്കസ് ചെയ്തതാണ്. ഒന്നുകൂടെ ആ ഒരു ഭാഗം പോയി കാണുന്നത് നന്നായിരിക്കും. അടുത്തത് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ എന്നാൽ എന്ത്? എന്താണ് ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ? അതിന്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കൂ. ഡയറ്ററി പ്രോട്ടീൻസ് ദാറ്റ് ആർ റെഡ്ലി ഡൈജസ്റ്റഡ് ആൻഡ് വിച്ച് കണ്ടെയ്ൻ ഓൾ എസെൻഷ്യൽ അമിനോ ആസിഡ് അറ്റ് ദ ലെവൽ നീഡഡ് ബൈ ദ ആനിമൽ ആർ കോൾഡ് ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ. ഡയറ്ററി പ്രോട്ടീൻ, ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻസ്, നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിലുള്ള പ്രോട്ടീൻ നേരിട്ട് അമിനോ ആസിഡാക്കി മാറ്റാൻ, എസെൻഷ്യൽ അമിനോ ആസിഡാക്കി മാറ്റാൻ കഴിവുള്ള ഡയറ്ററി പ്രോട്ടീൻസിനെയാണ് നമ്മൾ ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ എന്ന കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്. അതായത് ഒരു അനിമലിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും ആവശ്യമായിട്ടുള്ള ഭക്ഷണം, ഒരു പ്രത്യേക ഫുഡ്, അത് കഴിക്കുന്ന സമയത്ത് നേരിട്ട് ദഹിപ്പിക്കപ്പെടുകയും അതിൽ നിന്നും നേരിട്ട് നല്ല ക്വാളിറ്റിയുള്ള പ്രോട്ടീൻ ലഭിക്കുകയും ചെയ്യുന്ന ഒരു ഫുഡ് ഉണ്ടെങ്കിൽ ആ ഫുഡിനെ നമ്മൾ ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ ഫുഡ് എന്ന് വിളിക്കുന്നു. ഇതിൽ പ്രധാനമാണ് അനിമൽ സോഴ്സിൽ നിന്ന് ലഭിക്കുന്ന മീറ്റ്, ഫിഷ്, മിൽക്ക്, എഗ്. ഈ ഭക്ഷണം ഗുഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ ഉദാഹരണമാണ്. അപ്പോൾ
മീറ്റ്, ഫിഷ്, മിൽക്ക്, എഗ് ഇവ കഴിച്ചു കഴിഞ്ഞാൽ നേരിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ അമിനോ ആസിഡുകളും നേരിട്ട് ലഭിക്കുന്നു. അത്തരത്തിലുള്ള ഫുഡിനെയാണ് നമ്മൾ ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ ഫുഡ് എന്ന് വിളിക്കുന്നത്. ഇത് കൂടുതലായിട്ടും അനിമൽ സോഴ്സിൽ നിന്നുമാണ് ലഭിക്കുന്നത്. പ്ലാന്റ് സോഴ്സിൽ നിന്ന് ലഭിക്കുന്ന ഹൈ ക്വാളിറ്റി പ്രോട്ടീൻസും ഉണ്ട്, സോയ പോലുള്ള വസ്തുക്കൾ. മോർ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആയിട്ടുള്ള ലൈസീനും മെത്തിയോണിനുമാണ് വെജിറ്റബിൾ പ്രോട്ടീൻസിൽ സാധാരണയായിട്ട് ഇല്ലാത്തത്. അതുകൊണ്ട് തന്നെ വെജിറ്റബിൾ പ്രോട്ടീൻസിന് സാധാരണ ഗുഡ് ക്വാളിറ്റി പ്രോട്ടീൻ എന്ന കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല. എപ്പോഴും പ്ലാന്റ് പ്രോട്ടീൻസിനേക്കാളും അനിമൽ സോഴ്സ് ആയിട്ടുള്ള പ്രോട്ടീൻസിനാണ് കൂടുതൽ ഗുണമേന്മ. അഥവാ ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ ഫുഡ് എന്ന് പറയുന്നത് എപ്പോഴും അനിമൽ സോഴ്സ് ആയിട്ടുള്ള മീറ്റ്, ഫിഷ്, മിൽക്ക്, എഗ് എന്നിവയിൽ നിന്നുമാണ് ലഭിക്കുന്നത്. അതായത് നേരിട്ട് നമുക്ക് എളുപ്പത്തിൽ ഡൈജസ്റ്റ് ചെയ്യപ്പെടാവുന്ന എല്ലാ പോഷക മൂല്യങ്ങളുമുള്ള എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡുമുള്ള ഫുഡ് ഏതാണെന്ന് ചോദിച്ചാൽ അനിമൽ സോഴ്സ് ഫുഡായിട്ടുള്ള മീറ്റ്, ഫിഷ്, മിൽക്ക്, എഗ് എന്നിവയാണെന്ന് ഉറപ്പിക്കാം. അതുകൊണ്ട് തന്നെ അനിമൽസിനായാലും നല്ല രീതിയിലുള്ള സപ്ലിമെന്റ് എന്ന കണക്കിന് ചെറിയ രീതിയിൽ അനിമൽ പ്രോട്ടീൻസും നമ്മൾ ഫീഡിൽ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ബ്ലഡ് മീല്, ബോൺ മീല് ഒക്കെ തുടങ്ങിയിട്ടുള്ള വസ്തുക്കൾ നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. സാധാരണയായിട്ട് കോഴിത്തീറ്റയിലാണ് ഇത് കൂടുതലായിട്ടും ആഡ് ചെയ്ത് കൊടുക്കാറുള്ളത്. ഡയറക്റ്റ് പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് നമുക്ക്, കൂടാതെ അൺസോൾട്ടഡ് ഡ്രൈഡ് ഫിഷ് ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സാധാരണഗതിയിൽ നമ്മളുടെ പശുക്കളുടെ കേസ് എടുക്കുന്ന സമയത്ത് പ്രോട്ടീൻ്റെ സോഴ്സ് ആയിട്ട് പ്രധാനമായിട്ടും ആശ്രയിക്കപ്പെടുന്നത് കോൺസെൻട്രേറ്റ് ഫീഡ്സ് ആണ്. അഥവാ പ്രധാനമായിട്ടും വരുന്നത് പിണ്ണാക്കുകളെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് പ്രോട്ടീൻസിന്റെ ഫങ്ഷൻ എന്ന് നോക്കൂ. എല്ലാ ബോഡി ടിഷ്യൂസും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പ്രോട്ടീൻസ് കൊണ്ടാണ്. എൻസൈമിന്റെയും ഹോർമോൺസിന്റെയും ഇമ്മ്യൂണോഗ്ലോബുലിൻസിന്റെയും ഒക്കെ സ്ട്രക്ചർ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പ്രോട്ടീൻസ് കൊണ്ടാണ്. എനർജി സോഴ്സ് ആയിട്ട് നമുക്ക് ഇവയെ സ്റ്റോർ ചെയ്ത് വെക്കാം. നമ്മൾ പറഞ്ഞതാണ് മിൽക്കും എഗ് പ്രൊഡക്ഷനും നമുക്ക് ഇവയെ ഉപയോഗിക്കാവുന്നതാണ്. സാധാരണഗതിയിൽ ഈ പ്രോട്ടീൻ ഡെഫിഷ്യൻസി മൂലം വരുന്ന പ്രധാനപ്പെട്ട അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. പ്രധാനപ്പെട്ട അസുഖമാണ് പുവർ ഗ്രോത്ത് റേറ്റ്, ലോ ബർത്ത് വെയ്റ്റ്, റെഡ്യൂസ് മിൽക്ക് ആൻഡ് എഗ് പ്രൊഡക്ഷൻ, ഇൻഫെർട്ടിലിറ്റി ആൻഡ് ലോ റെസിസ്റ്റൻസ് ടു ഡിസീസസ്. പ്രോട്ടീൻസ് യഥേഷ്ടം കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ വരാം. അടുത്ത പോഷണമാണ് കാർബോഹൈഡ്രേറ്റ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മേജർ കമ്പോണന്റും കാർബോഹൈഡ്രേറ്റ് സോഴ്സുകളാണ് ഉള്ളത്. ഏറ്റവും പെട്ടെന്ന് ആശ്രയിക്കാവുന്ന ഒരു ഊർജ്ജ സ്രോതസ് കൂടെയാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. എളുപ്പത്തിൽ ദഹിക്കുന്നവയും എളുപ്പത്തിൽ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നതും വളരെ ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ കൂടുതൽ കഴിക്കുന്നതും കാർബോഹൈഡ്രേറ്റ്സ് തന്നെയാണ്. ലാർജസ്റ്റ് പാർട്ട് ഓഫ് അനിമൽ ഫുഡ് സപ്ലൈ ആണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കാർബോഹൈഡ്രേറ്റിന്റെ അളവെടുക്കുന്ന സമയത്ത് ഒരു പ്ലാന്റിന്റെ ഡ്രൈ വെയിറ്റ് എടുക്കുമ്പോൾ അതിൽ 3/4 ഭാഗവും കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും അനിമൽസ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നതും ആരെയാണ്? പ്ലാന്റ്സിനെയാണ്. പുല്ല് പോലുള്ള വസ്തുക്കൾ തന്നെയാണല്ലോ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ അവരുടെ ശരീരത്തിലേക്ക് കടക്കുന്ന പോഷക മൂല്യമുള്ള വസ്തു എന്ന് പറയുന്നത്, ന്യൂട്രിയൻ കണ്ടന്റ് ഉള്ള വസ്തു എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. കാർബോഹൈഡ്രേറ്റിന് ഹീറ്റ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടും എനർജിക്ക് വേണ്ടിയിട്ടും രണ്ട് രീതിയിലുള്ള സോഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് കാർബോഹൈഡ്രേറ്റ്സിനെ ഉപയോഗിക്കാം. പ്രധാനമായിട്ടും ഫാറ്റനിങ് എന്ന പ്രോസസ്സിന്, വണ്ണം വെപ്പിക്കുക, ഫാറ്റ് ഉണ്ടാക്കിപ്പിക്കുക എന്ന പ്രോസസ്സിന് വേണ്ടിയിട്ട്, അഥവാ ബോഡി ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും പ്രധാനപ്പെട്ട എനർജി സോഴ്സ് എന്ന രീതിയിലും രണ്ട് രീതിയിലും ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഒരു ന്യൂട്രിയന്റ് ആണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, നെയിം ദ ന്യൂട്രിയൻ ദാറ്റ് ഈസ് essentially used for fattening or material necessary used for fattening. ഏതാണ്? കാർബോഹൈഡ്രേറ്റ്. സാധാരണഗതിയിൽ ഒരു കാർബോഹൈഡ്രേറ്റിന്റെ കണ്ടന്റ് അനലൈസ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ കാർബോഹൈഡ്രേറ്റ് ഇൻ ദ ഫീഡ്, ഒരു ഫീഡിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്
എത്രത്തോളം ഉണ്ടെന്ന് ഒരു അനലൈസ് ചെയ്യുന്ന സമയത്ത്, നമ്മളൊരു കെമിക്കൽ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് അത് എക്സ്പ്രസ് ചെയ്യുന്ന രണ്ട് ടേംസ് ആണ് ക്രൂഡ് ഫൈബർ ആൻഡ് NFE എന്ന് പറയുന്നത്. NFE എന്ന് വെച്ചാൽ നൈട്രജൻ ഫ്രീ എക്സ്ട്രാക്ട്. നിങ്ങൾ ലാബിലൊക്കെ പോയി നോക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും നൈട്രജൻ ഫ്രീ എക്സ്ട്രാക്ട് ആൻഡ് ക്രൂഡ് ഫൈബർ. ഒരു ഭക്ഷണത്തിൽ എത്രത്തോളം അളവിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട് എന്ന് തീരുമാനിക്കപ്പെടുന്നത് ഈ ഒരു അനാലിസിസിലൂടെയാണ്. അതായത് ക്രൂഡ് ഫൈബറിന്റെ പ്രസൻസും, എത്രത്തോളം ക്രൂഡ് ഫൈബർ ഉണ്ട്, എത്രത്തോളം നൈട്രജൻ ഫ്രീ എക്സ്ട്രാക്ട് ഉണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ആ കാർബോഹൈഡ്രേറ്റിൽ നിന്നും എത്ര ഊർജം നമുക്ക് ലഭിക്കുന്നു എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് തീരുമാനിക്കപ്പെടാൻ വേണ്ടിയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന രണ്ട് ടേംസ് ആണ് ക്രൂഡ് ഫൈബർ ആൻഡ് നൈട്രജൻ ഫ്രീ എക്സ്ട്രാക്ട് അഥവാ NFE. എന്താണ് ക്രൂഡ് ഫൈബർ CF എന്നും എന്താണ് നൈട്രജൻ ഫ്രീ എക്സ്ട്രാക്ട് എന്നും നമുക്ക് ഒന്നുകൂടെ നോക്കാം. ആദ്യത്തേത് ക്രൂഡ് ഫൈബർ. നാരുകളുടെ പ്രസൻസ്, അതാണ് ക്രൂഡ് ഫൈബർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ഫൈബ്രസ് പാർട്ട് ഓഫ് ദ പ്ലാന്റ്സ്. അതായത് നമ്മുടെ പശുക്കൾ കഴിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാലോ, പ്ലാന്റ്സ് തന്നെയാണ് പ്രധാനമായിട്ടുള്ള ഫീഡ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും പ്ലാന്റ്സിന്റെ ബോഡി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നാരുകൾ കൊണ്ടായിട്ടുള്ള സെല്ലുലോസ് എന്ന് പറയുന്ന നാരുകൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരുന്നത്. അതായത് ഹെമി സെല്ലുലോസും ലിഗ്നിനും ഒക്കെ കാണാൻ പറ്റും. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ക്രൂഡ് ഫൈബർ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ക്രൂഡ് ഫൈബർ കണ്ടന്റ് സ്ട്രോയിൽ വളരെ കൂടുതലായിരിക്കും, ഹേയിലും മറ്റു ഫോഡോസിലും കുറച്ച് കുറവായിരിക്കും. എന്നാൽ ക്രൂഡ് ഫൈബർ കണ്ടന്റ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സ്ട്രോയിലാണ്. ഉണങ്ങിയ പ്ലാന്റ് ബോഡിയിലാണ് സാധാരണഗതിയിൽ ക്രൂഡ് ഫൈബർ കണ്ടന്റ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. കൂടാതെ ചെറിയ രീതിയിൽ നാരുകളുടെ പ്രസൻസ് എന്ന് പറയുന്നത് ബൈപ്രൊഡക്ട്സ്, സീഡ് ബൈപ്രൊഡക്ട്സിലൊക്കെ നമുക്ക് കാണാറുണ്ട്. പ്രത്യേകിച്ചും പുറത്തെ തൊലി, തവിട്, അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ നമുക്ക് എന്താണ് സീഡിന്റെ ഔട്ടർ കോട്ടിംഗ് ഉണ്ടല്ലോ, തൊലി, അതിലും ചെറിയ രീതിയിൽ നമുക്ക് ക്രൂഡ് ഫൈബറിന്റെ പ്രസൻസ് കാണാം. പ്രധാനമായിട്ടും അനിമൽസിന്റെ ഫുഡ് സോഴ്സ് എടുക്കുന്ന സമയത്ത് അത് കഴിക്കുന്ന റഫേജിൽ നിന്നുമാണ്. റഫേജ് എന്ന് വെച്ചാൽ പുല്ല്, വൈക്കോല്, ഹേ, സൈലീൻസ് തുടങ്ങിയിട്ടുള്ളവയാണ് റഫേജ് എന്ന കാറ്റഗറിയിൽ പെടുന്നത്. മറ്റു പ്ലാന്റ് ബോഡി മുഴുവനായും കഴിക്കുന്നുണ്ട്. അപ്പൊ അതിനെയാണ് മൊത്തമായിട്ട് റഫേജ് എന്ന് പറയുന്നത്. അപ്പൊ ക്രൂഡ് ഫൈബർ തീരുമാനിക്കപ്പെടുന്നത് റഫേജ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുമാണ്, കൂടാതെ സീഡ് ബൈ പ്രൊഡക്ട്സിൽ നിന്നും. എന്നാൽ കോൺസെൻട്രേറ്റ്സിൽ നിന്നും ലഭിക്കുന്ന കാർബോഹൈഡ്രേറ്റിന്റെ അളവാണ് പ്രധാനമായിട്ടും നൈട്രജൻ ഫ്രീ എക്സ്ട്രാക്റ്റിൽ വരുന്നത്. ഇവിടെ പ്രധാനമായിട്ടും ഷുഗർ, സ്റ്റാർച്ച് എന്നിവയാണ്. കൂടാതെ അന്നജം, നമ്മൾ പറയുന്ന അന്നജം, ഷുഗർ, സ്റ്റാർച്ച് തുടങ്ങിയിട്ടുള്ള ഫ്രക്ടോസ്, ഗ്ലൂക്കോസ് തുടങ്ങിയൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇങ്ങനെ ഈ നൈട്രജൻ ഫ്രീ എക്സ്ട്രാക്റ്റിൽ നിന്ന് ലഭിക്കുന്ന ഊർജം നമ്മുടെ ശരീരത്തിൽ ലിവറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു ഇൻ ദ ഫോം ഓഫ് ഗ്ലൈക്കോജൻ. നമ്മുടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പശുവിന്റെ തന്നെയാണ്. അപ്പോൾ നൈട്രജൻ ഫ്രീ എക്സ്ട്രാക്റ്റിന്റെ ഭാഗമായിട്ട് ശരീരത്തിൽ സൂക്ഷിച്ചു വെക്കുന്ന റിസർവ് ഫുഡാണ് ഗ്ലൈക്കോജന്റെ രൂപത്തിൽ നമ്മൾ കാണപ്പെടുന്നത്. സാധാരണയായിട്ട് ലിവറിലും മസിൽസിലുമാണ് ഇത് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ രണ്ട് രീതിയിലുള്ള കാർബോഹൈഡ്രേറ്റിന്റെ സോഴ്സുകളാണ് ഫുഡിൽ നിന്ന് ലഭിക്കുന്നത്, ക്രൂഡ് ഫൈബറും നൈട്രജൻ ഫ്രീ എക്സ്ട്രാക്റ്റും. ഇതിൽ ക്രൂഡ് ഫൈബർ എന്ന് പറയുന്നത് റഫേജിൽ നിന്ന് ലഭിക്കുന്നു, പ്ലാന്റ് ശരീരത്തിൽ നിന്ന് ലഭിക്കുന്നു, പ്ലാന്റ് ബോഡിയിൽ നിന്ന് ലഭിക്കുന്നു, നേരിട്ട് ലഭിക്കുന്നവ. നൈട്രജൻ ഫ്രീ എക്സ്ട്രാക്ട് എന്ന് പറയുമ്പോൾ കോൺസെൻട്രേറ്റഡ് ഫോമിൽ ലഭിക്കുന്നവയാണ്. പ്രത്യേകിച്ച് ഷുഗർ, സ്റ്റാർച്ച്, ധാന്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ് നൈട്രജൻ ഫ്രീ എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഫീഡ് അനലൈസ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ക്രൂഡ് ഫൈബർ ഉണ്ടെന്നും എത്രത്തോളം നൈട്രജൻ ഫ്രീ എക്സ്ട്രാക്റ്റും ഉണ്ട് എന്നതിന് തീരുമാനപ്പെടുത്തിയിട്ടാണ് എത്ര ശതമാനം കാർബോഹൈഡ്രേറ്റ് ആ ഫീഡിൽ ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ നൈട്രജൻ ഫ്രീ എക്സ്ട്രാക്റ്റും കൂടാതെ സെല്ലുലോസ് അടങ്ങിയിട്ടുള്ള ക്രൂഡ് ഫൈബർ കണ്ടന്റും അതിന് തന്നെ ഒന്നുകൂടെ പറയുകയാണ്. അതായത് അനിമൽസിന് ലഭിക്കുന്ന ഫീഡുകളെ 3 രീതിയിലാണ് താരതമ്യം അല്ലെങ്കിൽ വേർതിരിച്ചെടുത്തിരിക്കുന്നത്: ഷുഗർ, സ്റ്റാർച്ച്, ഫൈബ്രസ് കാർബോഹൈഡ്രേറ്റ്. ഇതിൽ ഷുഗറും സ്റ്റാർച്ചും പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ്സിൽ നിന്ന് ലഭിക്കുന്ന സമയത്ത് ഫൈബ്രസ് കാർബോഹൈഡ്രേറ്റ് നേരിട്ട് വുഡി പാർട്ട് ഓഫ് പ്ലാന്റ്സിൽ നിന്നുമാണ് ലഭിക്കുന്നത്.
ഇതിന്റെ പ്രത്യേകത ഇവയ്ക്ക് ഡൈജസ്റ്റബിലിറ്റി വളരെ കുറവാണ്. എന്നാൽ റൂമിനൻസ് ഇത് കഴിക്കുന്ന സമയത്ത് റൂമൻ എന്ന് പറയുന്ന പ്രത്യേക കമ്പാർട്ട്മെന്റ് ഉള്ളത് കൊണ്ട് ഫെർമെന്റേഷൻ നടക്കുകയും അതിൽ നിന്നും വോളറ്റൈൽ ഫാറ്റി ആസിഡ് ഉൽപ്പാദിപ്പിക്കാനും നല്ല പോഷകമൂല്യമുള്ള അമിനോ ആസിഡുകളെ ഉൽപ്പാദിപ്പിക്കാനുമുള്ള കഴിവ് നമ്മുടെ പശുക്കൾക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ അയവട്ടുന്ന ജീവികളിൽ ഫൈബ്രസ് കാർബോഹൈഡ്രേറ്റിന്റെ പ്രസൻസ് വളരെ ഗുണകരമാണ്. അടുത്ത പോഷണമാണ് ലിപ്പിഡ്സ്. ലിപ്പിഡ്സ് എന്നാൽ അറിയാലോ, കൊഴുപ്പ്. ഇതിൽ പ്രധാനമായിട്ടും ഫാറ്റും ഓയിൽസുമാണ് വരുന്നത്, എണ്ണയും കൊഴുപ്പും. പശുക്കളുടെ ഫുഡിന്റെ കാര്യം എടുക്കുന്ന സമയത്ത് ഓയിൽസിനേക്കാളും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലിപ്പിഡ് പാർട്ട് എന്ന് പറയുന്നത് ഫാറ്റ് ആണ്. അതിൽ പ്രധാനമായിട്ടും വരുന്നത് ഫാറ്റി ആസിഡ്സ് ആണ്. അതായത് കൊടുക്കുന്ന ഭക്ഷണത്തിലുള്ള ഓയിൽ സീഡ്സിൽ നിന്നും ലഭിക്കുന്ന ഫാറ്റ്, ഓയിൽ സീഡ് കേക്കിൽ നിന്നുമാണ് ചെറിയ എമൗണ്ട് ഓഫ് ഓയിൽസ് ലഭിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ അതിന്റെ ഊർജത്തിന്റെ അളവ് നോക്കുന്ന സമയത്ത് മറ്റു ഭക്ഷണം ഏത് കഴിച്ചാലും കമ്പയർ ടു കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്ന സമയത്താണ് കൂടുതൽ ഊർജം ലഭിക്കുന്നത്. അങ്ങനെ നമ്മൾ ലിപ്പിഡും കാർബോഹൈഡ്രേറ്റും തമ്മിൽ താരതമ്യം ചെയ്യുന്ന സമയത്ത് കാർബോഹൈഡ്രേറ്റിനേക്കാൾ 2.25 ടൈംസ് കാർബോഹൈഡ്രേറ്റിനേക്കാൾ 2.5 ടൈംസ് ഹീറ്റും എനർജിയും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? ലിപ്പിഡ്സ് അഥവാ ഫാറ്റ്സിന് ഉണ്ട്. കൊഴുപ്പ് നമുക്ക് വളരെ കുറച്ചേ ആവശ്യമുള്ളൂ എന്ന് പറയുന്നതിന് മെയിൻ കാരണം ഇതാണ്. കുറച്ചളവിലേ ഉള്ളെങ്കിലും വലിയ രീതിയിലുള്ള എനർജി പ്രൊഡക്ഷനുള്ള കഴിവ് ഇവർക്കുണ്ട്. എക്സസായി വരുന്ന ഫാറ്റിനെ പിന്നീട് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. സാധാരണഗതിയിൽ ആനിമൽസിന് ബോഡി വെയ്റ്റിന്റെ 3% മാത്രം ഫാറ്റ് മതിയാകും. കാറ്റിലിന്റെ കാര്യം എടുക്കുന്ന സമയത്ത് 2.5 എന്ന കണക്കിനും പൗൾട്രിയുടെ കേസ് എടുക്കുന്ന സമയത്ത് 4% എന്ന കണക്കിനും റേഷനിൽ ഫാറ്റ് ആഡ് ചെയ്യണം. ഫാറ്റ്സ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ഫാറ്റി ആസിഡ്സ് കൊണ്ടാണ്. ഫാറ്റും ഓയിൽസും നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഫാറ്റിന്റെ പ്രത്യേകത ദേ ആർ ഹാവിംഗ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്, സോളിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. അതിന് ഉദാഹരണമാണ് അനിമൽ ഗീ, വനസ്പതി തുടങ്ങിയവ. ഓയിൽസിന് ഉദാഹരണമാണ് കോക്കനട്ട് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, ഗ്രൗണ്ട്നട്ട് ഓയിൽ. എല്ലാ ഓയിൽസും ഉദാഹരണമാണ്, എല്ലാവർക്കും അറിയാമല്ലോ. ഇതിന്റെ പ്രത്യേകത എന്താണ്? ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്, റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. വെണ്ണയും നെയ്യും ഒക്കെ ഏതിലാ വരിക? ഫാറ്റ് എന്ന കാറ്റഗറിയിലും മറ്റ് എണ്ണകളെല്ലാം തന്നെ ഓയിൽസ് എന്ന കാറ്റഗറിയിലുമാണ് വരുന്നത്. പ്രധാനപ്പെട്ട ഫാറ്റിന്റെ സോഴ്സസ് ആനിമൽസിന്റെ കേസ് എടുക്കുന്ന സമയത്ത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കോൺ, സോയാബീൻ ഓയിൽ, ഫിഷ് ലിവർ ഓയിൽ ആൻഡ് ഓയിൽ കേക്സ്. എന്തൊക്കെയാണ് ഫാറ്റിന്റെ ഫങ്ഷൻസ്? കോൺസെൻട്രേറ്റഡ് ഫോം ഓഫ് എനർജി അഥവാ ഇൻസ്റ്റന്റ് എനർജി ആയിട്ട് ഉപയോഗിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ ശരീരത്തിന് ആവശ്യം വരുന്ന സമയത്ത് നല്ലൊരു സോഴ്സ് ഓഫ് എനർജി ആയിട്ട് ഫാറ്റിനെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. കൂടാതെ ഫാറ്റ് സോളിബിൾ വിറ്റാമിൻ ആയിട്ടുള്ള ADEK എന്നിവയ്ക്ക് നിർബന്ധമായിട്ടും അതിന്റെ മെറ്റാബോളൈസേഷന് എന്താവശ്യമാണ്? ഫാറ്റ് ആവശ്യമാണ്. എസൻഷ്യൽ ഫാറ്റി ആസിഡിന്റെ സോഴ്സ് ആയിട്ട് അറിയപ്പെടുന്നു. കൂടാതെ ഫീഡിൽ വരുന്ന ഡസ്റ്റിനെസ് കുറയ്ക്കാനും കൂടാതെ ടേസ്റ്റ്, പാലറ്റബിലിറ്റി കൂട്ടാനും ഉപകരിക്കുന്നു. അത്രയുമാണ് ഫങ്ഷൻസ് ഓഫ് ലിപ്പിഡ്സ് അഥവാ ഫാറ്റ്സ്. കാറ്റിൽ ഫീഡിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഊർജ്ജ സ്രോതസ്സുകളായിട്ടുള്ള ന്യൂട്രിയൻസ് ആയിട്ടുള്ള വാട്ടർ, കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ലിപ്പിഡ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തായിട്ട് വിറ്റാമിൻസും മിനറൽസുമാണ് ഉള്ളത്. അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാം. വീണ്ടും കാണുന്നവരെ താങ്ക് യു.